മാതൃഭൂമിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നമസ്കാരം. അദ്ദേഹത്തിന് പാടിയിട്ടുള്ള ഒരുപാട് നല്ല മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ എന്നെക്കൊണ്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു പാട്ടെങ്കിലും ഒരു സ്റ്റേജിൽ പാടാണ്ട് എനിക്ക് വരാൻ സാധിക്കാത്ത വിധത്തിലുള്ള നല്ല പാട്ടുകൾ തന്നിട്ടുണ്ട്. കണ്ണാളനെ, മലറുകളെ, മലറുകൾ കേട്ടേൻ, ഉയിരേ, പിന്നെ തൊടത്തൊട മലർന്നത് തന്നെ പൂവേ, എന്മേൽ വീഴുന്ന മഴത്തുള്ളി, അങ്ങനെ പറയുകയാണെങ്കിൽ ലിസ്റ്റ് കുറേ ഉണ്ട്. കുറേ നല്ല പാട്ടുകൾ എന്നെ കൊണ്ട് അഴക് നിലവ് എന്നൊരു പാട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. അങ്ങനെ കുറേ നല്ല പാട്ടുകൾ അദ്ദേഹം എനിക്ക് തന്നിട്ടുണ്ട്. അതിലേറ്റവും എനിക്കൊരു പേര് ഹിന്ദി സിനിമാ മേഖലയിലും എനിക്കൊരു പേരുണ്ടാക്കി തന്ന പാട്ടാണ് അദ്ദേഹത്തിൻ്റെ കണ്ണാളനെ എന്നുള്ള പാട്ട്. കണ്ണാളനെ എനത് കണ്ണை நேற்றோடு காணவில்லை, என் கண்களை பறித்து கொண்டு ஏன் இன்னும் பேசவில்லை, ஆளான ஒரு செய்தி அறியாமலே அலைபாயும் சிறு பேதை நானோ, உன் பேரும் என் பேரும் தெரியாமலே உள்ளங்கள் இடம் மாறும் ஏனோ, வாய் பேசவே வாய்ப்பில்லையே வலி தீர வழி என்னவோ. രാജാ സാറിനെ പരിചയപ്പെടാനുള്ള ഒരു കാരണക്കാരൻ ഫാസിൽ സാറാണ്. ഫാസിൽ സാറിൻ്റെ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് എന്ന ഫിലിമിൽ ജെറി മാഷ് മ്യൂസിക് ചെയ്ത ഒരു 3 പാട്ട് ഞാൻ ആ ഫിലിമിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഒന്ന്, ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ, എന്നിൽ നിന്നും പറന്നകന്നൊരു പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, പൈങ്കിളി മലർത്തേൻ കിളി, ഇതൊരെണ്ണം. പിന്നൊന്ന്, ലാത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, ലാത്തിരി പുഞ്ചിരിച്ചപ്പോ കമ്പിത്തിരി മത്താപ്പോ, മനസ്സേ ആസ്വദിക്കൂ ആവോളം എന്നുള്ള ഈ പാട്ട് നമുക്ക് ജെറി മാഷിൻ്റെ മ്യൂസിക്കിൽ ആ ഫിലിമിന് വേണ്ടി റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അത് തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഈ ഫിലിം ഇട്ട് രാജാ സാറിനെ കാണിച്ചു. അപ്പോൾ ഇത് ഏത് വോയിസാണെന്ന് ചോദിച്ചു. ഒന്ന് കേട്ടിട്ടില്ലാത്തൊരു ശബ്ദമാണല്ലോ, ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ട്രിവാൻഡ്രത്തുനിന്നുള്ളൊരു പുതിയ കുട്ടിയെ ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഇന്ന വോയിസേ വേണ്ട യൂസ് പണിക്കൽ. അന്ന് നദിയമൊയ്തും ഫസ്റ്റ് ഫിലിമാണ്. അപ്പോൾ ഒരു ഫ്രഷ് വോയിസ് വേണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എന്നെ പാക്ക സൊല്ലുങ്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഫാസിൽ സാർ എൻ്റെ വീട്ടിൽ ഫോൺ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ അടുത്ത മദ്രാസ് ട്രിപ്പിന് പോകുമ്പോൾ പിന്നെ ഒന്ന് പോയി കാണണമെന്ന്. അപ്പോൾ അച്ഛൻ ഫോൺ എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഫാസിൽ സാർ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് ആദ്യത്തെ റെക്കോർഡിങ് ഞാൻ എൻ്റെ മാമ്പട്ടിക്കുട്ടിയമ്മ ആ ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിന് പോകുമ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ എന്നെ കളിയാക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. അടുത്ത പ്രാവശ്യം ചെന്നൈയിൽ പോകുമ്പോൾ രാജാ സാറിനെ പോയി കാണാൻ പറഞ്ഞു. അതൊരു തമാശയായിട്ട് പറഞ്ഞപ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പോൾ ഞാൻ കളി തമാശ പറഞ്ഞതല്ല, രാജാ സാറ് തന്നെ പറഞ്ഞതാണ്, കൊണ്ട് പോയി കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ദാസേട്ടൻ്റെ PA ആയിരുന്നു പണ്ട് കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞു. ഉണ്ണിച്ചേട്ടൻ വയലിനിസ്റ്റാണ്. ഉണ്ണിച്ചേട്ടനാണ് എന്നെ രാജാ സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയത്. ഞാനും അച്ഛനും ഉണ്ണിച്ചേട്ടനും കൂടെയാണ് പോയത്. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോൾ ഏതാവത് പാടുങ്ക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓമനക്കുട്ടിച്ചൻ എനിക്ക് പഠിപ്പിച്ചു തന്നത് തന്നെ കാപ്പി രാഗത്തിൽ ഇന്ത സൗഖ്യമനീനെ എന്നൊരു കീർത്തനം, അതാണ് പാടിയത്. പക്ഷെ അപ്പോൾ അവിടെ രാജാ സാറിനെ കണ്ട ഒരു ടെൻഷനും നിലത്തിരുന്ന് പാടിയതിൻ്റെ എല്ലാം കൂടെ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിമ്മിഷ്ടമായിരുന്നു. അപ്പം ഞാനത് ഇന്ത സൗഖ്യമനീനെ ജപജാല എന്ന് പാടി. അവിടെ ജപജാല എന്നുള്ള വാക്ക് ഒരുമിച്ച് വരണം. അത് ഞാൻ അവിടെ തെറ്റായിട്ട് ശ്വാസം എടുത്തേനെ. അപ്പം എനിക്കത് പാടിക്കഴിഞ്ഞപ്പം ഇങ്ങനെ കറക്ഷൻസ് പറഞ്ഞു തന്നു. അതിങ്ങനെ അവിടെ മുറിക്കാൻ പാടില്ല, ജപജാല എന്നുള്ളത് ഒരുമിച്ച് തന്നെ വരണം എന്നൊക്കെയുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഓൾ ദി ബെസ്റ്റ് എന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ എന്നെ വിളിക്കുകയോ ഞാൻ ഇമ്പ്രസ് ചെയ്തോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഇങ്ങനെ വന്നു. അപ്പോൾ ഈ ഓഡിഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ രാജാ സാറിൻ്റെ PA വിളിച്ചിട്ട് പറഞ്ഞു, ഭാരതി രാജാ സാറിൻ്റെ അന്ന് ഫിലിമിന് പേരിട്ടിരുന്നത് പച്ചൈക്കൊടി എന്നായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് പേര് മാറ്റിയിട്ട് നീദാന അന്തക്കുയിൽ എന്നുള്ള ഫിലിമിൽ അങ്ങനെ പേര് മാറ്റി. അങ്ങനെയാണ് ആദ്യമായിട്ട് രാജാ സാറിന് പാടുന്നത്.
രാജാ സാറിൻ്റെ കൂടെയുള്ള വർക്ക് എക്സ്പീരിയൻസിൽ എനിക്ക് വേറൊരു അനുഭവം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ സിന്ധു ഭൈരവി, അതെൻ്റെ 5ാമത്തെ സിനിമയാണ്. തമിഴിൽ ഞാൻ പാടിയുള്ള 5ാമത്തെ സിനിമയാണ്. അതിൻ്റെ റെക്കോർഡിങ്ങിന് വരുമ്പോൾ രാജാ സാറ് പറഞ്ഞു, പിന്നെ നാനൊരു സിന്ധു കാവടി ചിന്ത് രാഹം പൊരിയവില്ല, ആ പാട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്തത്. റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛനോട് ചോദിച്ചു, ഉച്ചയ്ക്കൊരു പാട്ടും കൂടെ ഉണ്ട്, അതും കൂടെ നിന്ന് പാടിയിട്ട് പോകാം. അപ്പോൾ ഞാനന്ന് MAക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് വിമൻസ് കോളേജിൽ. അപ്പോൾ ക്ലാസ്സസ് മിസ് ചെയ്തിട്ടാണ് ഇതുപോലെ റെക്കോർഡിങ്ങിന് പോകുന്നത്. അപ്പോൾ MA ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിനേഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ അമ്മ, ഞാൻ പറഞ്ഞ ഒരു അമ്മയ്ക്ക് ഞങ്ങൾ പഠിത്തത്തിലും ഞങ്ങൾ മോശമാവാൻ പാടില്ല എന്നുള്ളൊരു ഇതുള്ള ആളുണ്ട്. അമ്മ പഠിപ്പിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. പാട്ട് പാടിയാൽ മാത്രം പോരാ, കുട്ടികൾക്കൊരു ക്വാളിഫിക്കേഷൻ വേണം എന്ന് പറഞ്ഞ അത്ര നിർബന്ധമുള്ള ആളായിരുന്നു അമ്മ. അപ്പോൾ അച്ഛനിങ്ങനെ അമ്മയടുത്ത് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ രാജാ സാർ ഇങ്ങനെ ചോദിക്കുന്നു, ഒരു പാട്ടുണ്ട്, അത് പാടിയിട്ട് പോയാൽ മതിയോ എന്ന് ചോദിക്കുന്നു. അപ്പം മമ്മി പറഞ്ഞു, അയ്യോ, അപ്പോൾ ഒരു പരീക്ഷ മിസ്സായ ഒരു വർഷം പോവില്ല, അടുത്ത വർഷം അടുത്ത സെക്കൻഡിൽ എഴുതിയെടുക്കാം, അത് എക്സാമൊക്കെ മിസ് ചെയ്തിട്ട് പോകണോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, രാജാ സാറിനെ പോലുള്ള ഒരാൾ പറയുമ്പോൾ അത് നമുക്ക് എങ്ങനെ ഞാൻ ഒബ്ലൈജ് ചെയ്യാതിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നീ അത് പിന്നെ എഴുതിയെടുത്തോളാമോ എന്ന് ചോദിച്ചു. ഞാൻ ചെയ്തൊന്നുമില്ല പിന്നെ, പക്ഷേ അങ്ങനെ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ രാജാ സാർ പറഞ്ഞ്, MA എല്ലാം അപ്പുറം പണിക്കലാം, അതൊക്കെ മേലെ ഇതിലെ വരപ്പോകുത് എന്ന് പറഞ്ഞാൽ, എൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അതിനേക്കാൾ ഒരു ജോലി കിട്ടുന്നതിനേക്കാൾ നിനക്ക് ഇതിനകത്ത് എന്തോ ഒരു അതൊക്കെ മേലെ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അന്ന് അദ്ദേഹം പറഞ്ഞ സമയം നാക്ക് പൊന്നായിരുന്ന സമയമായിരുന്നിരിക്കണം. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഒരു നാഷണൽ അവാർഡ് എന്നുള്ള നിലയിൽ എനിക്ക് ആദ്യത്തെ ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നത് സിന്ധു ഭൈരവിക്ക് വേണ്ടിയിട്ടാണ്. അതാണ് പാടറിയേൻ പഠിപ്പറിയേൻ പള്ളിക്കൂടന്താനറിയേൻ ഏടറിയേൻ എഴുത്തറിയേ എഴുത്തുവക നാനറിയേ എന്നുള്ള ആ ഒരു പാട്ട്. പണ്ടൊക്കെ എന്താണ് റെക്കോർഡിംഗ് സെഷൻ എന്ന് പറയുന്നത്, മ്യൂസീഷ്യൻസും മ്യൂസിക് ഡയറക്ടർ, ലിറിസിസ്റ്റ്, ഡയറക്ടർ എല്ലാവരും അണ്ടർ വൺ റൂഫ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ എല്ലാവരും ഉണ്ടാവും. എല്ലാവരും കൂടെ ആയിരിക്കും പടത്തിൻ്റെ പൂജ ചെയ്യുന്നത്. റെക്കോർഡിംഗ് സെഷനും എല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പം ഞങ്ങളെ ഗായകരെ സംബന്ധിച്ചിടത്തോളം ദാസേട്ടൻ, SPB സാർ, അങ്ങനെയുള്ള വലിയ വലിയ ജാനകിയമ്മ, അവരുടെയൊക്കെ കൂടെ വാണിയമ്മ, സുശീലമ്മ, അവരുടെയൊക്കെ കൂടെ നിന്ന് പാടാൻ കഴിയുമ്പോഴാണ് നമുക്ക് അവർ പാടുന്ന വിധമും ചിലപ്പോൾ ഓൺ ദ സ്പോട്ട് എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ ഇടുകയോ അല്ലെങ്കിൽ ഒരു സംഗതി എന്തെങ്കിലും ഇടുകയോ അതിന് ആപ്റ്റായിട്ടുള്ള വിധത്തിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും അവരെ കണ്ടു പഠിക്കാനുള്ളൊരു അവസരം എന്നെപ്പോലുള്ള ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറ ഞാൻ എപ്പോഴും ആലോചിക്കും, കാരണം ഇന്നിപ്പം ആരും തന്നെ ഡ്യുവറ്റ് സോങ് ആണെങ്കിൽ പോലും ആരും ഒരുമിച്ച് നിന്ന് പാടുന്നില്ല. അപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരുടെ കൂടെ നിന്ന് വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പാവം ആ ഇന്നത്തെ കുട്ടികൾക്ക് മിസ്സാവുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഓരോ കട്ട് ആൻഡ് പേസ്റ്റും ഒക്കെ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന രീതി ആയതുകൊണ്ട് അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തീർച്ചയായിട്ടും. വലിയ വലിയ ആൾക്കാരുടെ കൂടെ, ദാസേട്ടൻ്റെ ഒക്കെ കൂടെ പാടുമ്പോൾ മൈക്കിലൊക്കെ ഒരു പോപ്പ് വരാതെ അതെങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പാടുന്നതെന്നുള്ളത്, ഓരോ വാക്കുകൾ എങ്ങനെ ഉച്ചരിക്കണം, സ്ഫുടതയോടെ എങ്ങനെ പറയണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ ശരിക്കും ഇന്നത്തെ ജനറേഷൻ മിസ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികളുടെ കൂടെ ഞാൻ ശരിക്കും റെക്കോർഡിങ്സ് അധികം പാടിയിട്ടില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒരുമിച്ച് നിന്ന് പാടുന്നതൊക്കെ ഇപ്പോൾ കുറവായതുകൊണ്ട് അങ്ങനെ ഞങ്ങളാകെ തമ്മിൽ കാണുന്നത് സ്റ്റേജ് ഷോസിന് വരുമ്പോഴാണ്. അപ്പോൾ ഒക്കെ എല്ലാവരും വളരെ സന്തോഷമായിട്ട് ഒക്കെ ഇരുന്ന് നന്നായിട്ട് പ്രോഗ്രാമൊക്കെ ചെയ്ത് പോകുന്നതേ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അടുത്ത് പല സംഗീത സംവിധായകരും പറഞ്ഞിട്ടുള്ളത്, പല കുട്ടികളും ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ പലരും റെക്കോർഡിങ്ങിന് വരുമ്പോൾ കയ്യിലൊരു പേപ്പർ ഉണ്ടാവില്ല, പെന്നുണ്ടാവില്ല, സ്റ്റുഡിയോയിൽ നിന്ന് അവരുടെ ഹെഡ്ഫോൺ മേടിച്ച് യൂസ് ചെയ്തിട്ട് അതിനെ അവിടെ വലിച്ചെറിഞ്ഞിട്ട് പോവും. നിങ്ങളൊക്കെ കാണിച്ചിരുന്ന പ്രൊഫഷണലിസം അവർ കാണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഞാനും പലപ്പോഴും സ്റ്റുഡിയോയിൽ ചെല്ലുമ്പം മുമ്പ് പാടിയിട്ട് പോയ ആൾ പാട്ട് എഴുതിയ പേപ്പർ അവിടെ കിടക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഞാൻ വേറൊരു കാര്യം ഞാൻ എപ്പോഴും എല്ലാ കുട്ടികളോടും പറയണം എന്ന് ആഗ്രഹിക്കുന്നവരെ, ചിലപ്പോൾ പഴയ തിങ്കിങ് ആയിരിക്കാം, ഒരു പാട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു പാട്ട് നമ്മൾ പഠിക്കുമ്പോൾ അത് എഴുതിയാൽ എന്താ കുഴപ്പം എന്ന് എപ്പോഴും ആലോചിക്കും. മൊബൈൽ ഫോൺ നോക്കി പാടുന്നത് എന്തോ എനിക്കത് കാണുമ്പോൾ ഒട്ടൊരു അതിനകത്ത് നമ്മുടെ ഒരു എന്താ പറയണ്ട ഒരു സിൻസിയറിറ്റി അതിൽ തോന്നുന്നില്ല. അപ്പം കിട്ടി എന്തോ എടുത്തു അങ്ങനെ നോക്കി പാടി എന്നുള്ള, മൊബൈലൊക്കെ നോക്കി പാടുന്നൊരു പ്രൊഫഷണലിസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് അഭിപ്രായം പറയാനുള്ളത്, കാണുന്ന ഓഡിയൻസും ചിലപ്പോൾ എല്ലാം
നിങ്ങളുടെ കുട്ടികളുടെ ഏജ് ഗ്രൂപ്പ് അല്ലാതെ വലിയ ആൾക്കാരും ഇത് കാണുന്നില്ല, അവർക്കും ഈ തോന്നലുണ്ടാവാം. എന്താ ഒരു പാട്ട് സ്വന്തം കൈയക്ഷരത്തിൽ എഴുതി നോക്കി പഠിച്ച് പാടിയാൽ എന്താണെന്ന് നമ്മൾ ആഗ്രഹിക്കുക. അപ്പം നമ്മൾ എവിടെ തുടങ്ങണം എന്നുള്ളതും എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വേരിയേഷൻ നമുക്ക് നോട്ട് ചെയ്യാനുണ്ടാവും. ഇങ്ങനെ പലതും നമ്മൾ എഴുതിയതിനകത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ പ്രിൻ്റ് ഔട്ട് വരുന്നതിനാണ് പലപ്പോഴും ഇംഗ്ലീഷിൽ വരുമ്പോൾ അതിൻ്റെ ഉച്ചാരണത്തിനകത്ത് ചെറിയ ചെറിയ പെശകൾ വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല ആ വരുന്ന ലിറിക്സ് കൃത്യമാണോ എന്ന് നമുക്കറിയാൻ വയ്യ. ചിലർ തെറ്റുകളും പാടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കേട്ട് നമ്മളൊന്ന് എഴുതി പാടുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ പ്രൊഫഷണലിസം കാണിക്കേണ്ടത്. സ്ഫടികത്തിലത്തെ ഒക്കെ പാട്ടുകളെന്ന് പറയുമ്പം അതിങ്ങനെ പൊതുവേ ഞാൻ കുറച്ചൊരു ഇങ്ങനത്തെ ഒരു ചില പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ എനിക്ക് കൺസോളിൽ പോയി അത് കേൾക്കാൻ പോലും എനിക്ക് ഭയങ്കര ഒരു നാണക്കേട് തോന്നുന്ന കൂട്ടത്തിലായിരുന്നു. എന്നെ അത് കുറച്ചെങ്കിലും അത് പറഞ്ഞ് മാറ്റിച്ചത് ജാനകിയമ്മയാണ്. ജാനകിയമ്മ എൻ്റെ അടുത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ജാനകിയമ്മയുടെ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇതെങ്ങനെ സ്റ്റേജിൽ പാടും, അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ചിരിയൊക്കെ ഉണ്ടെങ്കിൽ, ചെറിയ ചിരിയൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, ഈ വലിയ ചിരിയൊക്കെ വരുമ്പോൾ എങ്ങനെ അയ്യോ എങ്ങനെയെന്ന് എനിക്ക് തോന്നുമായിരുന്നു. ഇപ്പോൾ നാഥ നീ വരും എന്നുള്ള പാട്ട് തന്നെ പലപ്പോഴും നമ്മൾ സ്റ്റേജിൽ പാടുമ്പോൾ ആ ചിരിക്കേണ്ട സ്ഥലം വരുമ്പോൾ ഒരു അറപ്പ് വരും പെട്ടെന്ന്, അയ്യോ ഇത്രയും ആൾക്കാർ നോക്കിയിരിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. അപ്പോൾ ജാനകിയമ്മയാണ് എന്നോട് പറഞ്ഞത്, അതെന്തിനാണ് നീ അതിനങ്ങനെ വിഷമിക്കണം, നമ്മുടെ മുമ്പിലൊരു മൈക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, തന്നെ ഒരു മുറിയിൽ നിന്ന് പാടുമ്പോൾ നിനക്ക് എന്തുകൊണ്ട് ആ ക്യാരക്ടറായി മാറിക്കൂടാ, അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്നങ്ങനെ ചോദിച്ച് എനിക്ക് അങ്ങനെ ഒന്ന് വിട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം ഉണ്ടാക്കി തന്നത് ജാനകിയമ്മയാണ്. പിന്നെ ഭദ്രൻ സാറിനെ കുറിച്ച് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഡയറക്ടേഴ്സിൽ വോയിസ് റൂമിൽ വന്നിരുന്ന് ആ ഒരു സിനിമയ്ക്കകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പോണത്, എങ്ങനെയാണ് പിക്ചറൈസ് ചെയ്യാൻ പോണത്, അതിൽ എന്തൊക്കെ വേണമെന്ന് ഇത്രയും ആ കഥയുടെ സിനിമ മൊത്തം പറഞ്ഞു തരും. അതിനകത്ത് എങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പിക്ചറൈസ് ചെയ്യാൻ പോകുന്നതെന്ന് വരെ വിശദമായിട്ട് പറഞ്ഞു തന്നാണ് എന്നെക്കൊണ്ട് ഏഴിമല പൂഞ്ചോല എന്നുള്ള പാട്ട്, അതുപോലെ പരിമല ചെരുവിൽ പടിപ്പൂര വീട്ടിൽ നിന്നുള്ള കള്ളുപിടിച്ച് പാടുന്ന പാട്ടൊക്കെ അദ്ദേഹം പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓരോ വർഷവും ഇങ്ങനെ പല ചാനലുകളിൽ പല റിയാലിറ്റി ഷോസ് ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്ത് വരുന്നുണ്ട്. ഇത്രയും പേർക്ക് പാടാനുള്ള പാട്ടുകൾ ഇൻഡസ്ട്രിയിലുണ്ടോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. അതുകൊണ്ട് നമുക്കതൊരു പരാതിയായിട്ട് പറയാൻ പറ്റില്ല, കാരണം അത്രമാത്രം പാട്ടുകാരുണ്ട്. ഓരോ വർഷവും വരുന്ന കുട്ടികൾ എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ചിലപ്പം നമ്മുടെ ഭാഗ്യം പകുതിയുണ്ട്, കഴിവും അതിൻ്റെ കൂടെ ഭാഗ്യവും ഉണ്ട് നമ്മളെ ഫേവർ ചെയ്യുന്നത്. അതുപോലെ ചിലർക്ക് അവരുടെ എന്തെങ്കിലും ഒരു പെക്യുലാരിറ്റി ഉണ്ടാവും, ഒന്നെങ്കിൽ വോയിസിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ അവർ പാടുന്ന സ്റ്റൈലായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകതയുള്ളവർ ചിലപ്പോൾ പെട്ടെന്ന് അവർ അട്രാക്റ്റഡായി ഫിലിമിൽ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വരുന്ന എല്ലാ കുട്ടികൾക്കും അവസരം ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല. അതിനുവേണ്ടി പാട്ടുകളില്ല. പിന്നെ മേ ബി ഒരു വർഷത്തിലൊരു 5 പാട്ടൊക്കെ കിട്ടിയാൽ 5 10 പാട്ട് കിട്ടിയാൽ തന്നെ അതൊരു വലിയ കാര്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം എല്ലായിടത്തും പറയും, ആൺകുട്ടികളുടെ അടുത്ത് പ്രത്യേകിച്ചും പിന്നെ മ്യൂസിക് മാത്രം പ്രൊഫഷൻ എന്ന് വെക്കാതെ ഒരു ജോലിയും അതിൻ്റെ കൂടെ സംഗീതവും കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത്രയും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പേടിക്കേണ്ട. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഓസോൺ ലെവലിൽ ഹോൾസ് വീണിട്ട് അതുകൊണ്ട് ഇപ്പം തന്നെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റുന്നതിലും കൂടുതലാണ്. ഈ മാസങ്ങളൊക്കെ ഇപ്പോൾ ഈ മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴൊക്കെ കുറച്ച് തണുപ്പ്. അതിന് ശേഷമാണ് മെയ് ജൂൺ ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു മെയ് ജൂണാണ് ഏറ്റവും കൂടുതൽ വേനൽ. ഏപ്രിൽ മെയ് ആണ് ഏറ്റവും കൂടുതൽ വേനൽക്കാലം വരേണ്ട സമയം. അതിന് മുമ്പ് തന്നെ നല്ല ചൂട് ഓൾറെഡി തുടങ്ങി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഭൂമിയെ രക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. ഈ പറയണ മാതിരി എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള സാധനങ്ങളും അതായത് വെളിയിലേക്ക് അത് കാർബൺ എമിഷൻ അല്ലേ, അങ്ങനെ അത് വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ച് അത്രയും നേരമെങ്കിലും നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഇത് ചെയ്യുക എന്നുള്ളതൊരു എല്ലാവരും ഒന്ന് റിയലൈസ് ചെയ്യട്ടെ എന്നുള്ളതിന് വേണ്ടിയാണ്. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ രക്ഷപ്പെട്ട് പോയി എന്നിരിക്കും, പക്ഷേ അടുത്ത ജനറേഷൻ നമ്മുടെ മക്കളുടെ മക്കളും ഒക്കെ വെള്ളമില്ലാതെ നല്ല ശുദ്ധവായു ശ്വസിക്കാനില്ലാത്തൊരവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്
ഇത് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സ് വെച്ചാൽ നന്നായിരിക്കും എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം ഭക്ഷണം പോലും ഇപ്പം നമുക്ക് ഫ്രൂട്ട്സ് പോലും കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ഒരു അവസ്ഥയിൽ കൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ എല്ലാവരും ഒരു അറുതി വരുത്തണം എന്നുള്ളത് എല്ലാവരും മനസ്സിൽ വിചാരിക്കണം. മാലിന്യ സംസ്കരണം പോലുള്ള എല്ലാ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ പണ്ടത്തെ പോലെ ഇങ്ങനെ സൗഹൃദം അങ്ങനെ വെച്ച് പുലർത്താനോ അങ്ങനെയൊന്നും സമയം കിട്ടാറില്ല. റെക്കോർഡിങ്സ് ഒരുമിച്ച് പാടാറില്ല, നേരത്തെ പറഞ്ഞ പോലെ. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഇതുപോലെ ഒരു എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ പ്രോഗ്രാംസിനൊക്കെ കാണുമ്പോഴൊക്കെ മാത്രമേ ഒരുമിച്ച് ട്രാവൽ ചെയ്യുകയൊക്കെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് സൗഹൃദം ഇപ്പോൾ കുറച്ചൊന്ന് ചുരുങ്ങിയിരിക്കുക എന്ന് തന്നെ പറയണം. സ്നേഹനന്ദന ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് എൻ്റെ മോളുടെ പേർക്ക് തുടങ്ങിയിട്ടുള്ള ട്രസ്റ്റിൻ്റെ പേര്. അത് 60 വയസ്സിന് മേൽ ഉള്ള സിക്ക് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിന് ലൈഫ് ടൈം പെൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുള്ള എൻ്റെ ജീവിതം സംഗീതത്തിലായിരുന്നു. എൻ്റെ മകൾക്കും സംഗീതം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മ്യൂസീഷ്യൻസിന് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അവർ ജീവിച്ചിരുന്ന സമയത്ത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാനും അതിനൊക്കെ വേണ്ടി അവരുടെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ വയസ്സുകാലമാവുമ്പോൾ ആരുമില്ലാതെ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാൻ പോലും പൈസയില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് മ്യൂസീഷ്യൻസിനെ ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലരെയും. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരെ ഒരു സഹായിക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അവർക്ക് മാസാമാസം 4000 റുപ്പീസാണ് പെൻഷനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 പേർക്കോളം ഞങ്ങളിപ്പോൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഇതിൽ ഫണ്ട് വരുന്നതിനനുസരിച്ച് ഞങ്ങളത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ട് പാടിയ പാട്ടുകളുണ്ട്. ഇപ്പം അതുകൊണ്ട് പ്രവീണിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ മ്യൂസിക്കിൽ വന്ന മണിച്ചിത്രത്താഴ് എന്ന ഫിലിമിലത്തെ ഒരു കവിത പാടി നിർത്താം. വരുവാനില്ലാരുമിങ്ങൊരു നാളുമീ വഴിക്കറിയാം, അതെന്നാലുമെന്നും പ്രിയമുള്ളൊരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ പ്രിയമുള്ളൊരാളാരോ വരുമെന്നു ഞാനെന്നും വെറുതെ മോഹിക്കുമല്ലോ, വെറുതെ മോഹിക്കുമല്ലോ.